എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡ്രിങ്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ റവ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 10-12 കാഷ്യൂസ് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഗോൾഡൻ കളറായിട്ട് വരുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാഷ്യൂസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതവിടെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 2 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് തന്നെ വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും ചേർത്ത് കൊടുക്കാം. അതിന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഇത് നല്ലൊരു കളറായിട്ട് വരും. അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. റവ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ അതവിടെ ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ 2ാം പാലായാലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പശുവും പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതവിടെ പാലൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ഒരു മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. ഇത് വല്ലാതെ അങ്ങോട്ട് കുറുകി എടുക്കേണ്ട, കാരണം റവ ആയതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര കട്ടയായിട്ട് വരും. അപ്പോൾ നമുക്കിത് കുടിക്കാൻ പാകത്തിന് ഈ ഒരു പാകത്തിനാക്കി എടുത്താൽ മതി. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു പാകത്തിന് കണ്ടില്ലേ, ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂസും ആ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു പാകം കണ്ടല്ലോ, ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. കാരണം അത് കുറച്ചധികം നേരമായിട്ട് നമ്മൾ കുറുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടായി പോവും. അപ്പോൾ നമുക്കിത് കുടിക്കാൻ പാകത്തിന് ആയി വരത്തില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ചെറു ചൂടോട് കൂടി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചെറു ചൂടോട് കൂടി തന്നെ കുടിക്കുക കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് തരിക്കഞ്ഞായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്